ശക്തൻ മാർക്കറ്റിന്റെ വികസനത്തിന് വേണ്ടി 1 കോടി മന്ത്രിയാകുന്നതിന് മുമ്പുള്ള സുരേഷ് ഗോപിയുടെ തൃശൂർ കേന്ദ്രീകരിച്ചുള്ള ഇടപെടലാണ്. പ്രസാദ് പദ്ധതി വഴി തന്നെ ഗുരുവായൂരിന് 350 കോടി എത്തിച്ചു ഈ പറയുന്ന സുരേഷ് ഗോപി, ഒരു മന്ത്രിയുമായിട്ടല്ല. ഇനി തൃശൂർ നഗരത്തിന് അമൃത് പദ്ധതി വഴി 400 കോടി എത്തിച്ചു സുരേഷ് ഗോപി. അപ്പോ മന്ത്രിയാകാതെ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു രാജ്യസഭാ എംപിയായി സുരേഷ് ഗോപി വന്ന് 400 + 350 + 1 751 കോടി അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കാണ്. ഇനിയും കൊടുക്കേണ്ടവർക്കൊക്കെ കൈനിറച്ചു കൊടുക്കും, കിട്ടേണ്ടത് ഉറപ്പാക്കുകയും ചെയ്യും. ധന്യ, ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിത്തീരണം, എങ്ങനെ ആയിരിക്കണം എന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്നത്. ഇതിനോടകം തന്നെ 751 കോടി രൂപയാണ് തൃശ്ശൂരിൻ്റെ വികസനത്തിനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലൂടെ സുരേഷ് ഗോപി നടപ്പിലാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത, ഒരു റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഇത് പറയുന്നത് ആര് എന്നുള്ളതിൻ്റെ അടുത്താണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്. ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ മാധ്യമപ്രവർത്തകൻ വേണു ബാലകൃഷ്ണനാണ് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ വീഡിയോ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഈ ഇടതുപക്ഷ ചിന്താഗതിക്കാരാണെങ്കിലും ചില സമയങ്ങളിൽ സത്യം പറയണം എന്നുള്ളത് അവർക്ക് ഒരു മാറ്റി നിർത്താൻ പറ്റാത്ത ഘടകമായി പോയതുകൊണ്ടാണ് വേണു ഇങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറയുന്നത്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, സുരേഷ് ഗോപിയെ പോലെ മറ്റാരുമില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയും. മറ്റൊരു ജനപ്രതിനിധിയും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഗൗതം നോക്കൂ, നമ്മൾ ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാൽ നമ്മൾ ആ മണ്ഡലത്തിന് വേണ്ടി വാരിക്കോരി കാര്യങ്ങൾ ചെയ്യണം, വികസനങ്ങൾ കൊണ്ടുവരണം, വികസന പദ്ധതികൾ നടപ്പിലാക്കണം. അതിലിപ്പോൾ കുറേ അഴിമതി നടത്തിയാലും അടിച്ചു മാറ്റിയാലും വികസന പദ്ധതികൾ കൊണ്ടുവരണം, വികസനം നടത്തണം. അതൊരു യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പല ജനപ്രതിനിധികളും നിർഭാഗ്യവശാൽ അങ്ങനെയുള്ളവരല്ല എന്നുള്ളത് വലിയ അപമാനമുള്ള കാര്യമാണ്. ഇവിടെ സുരേഷ് ഗോപി ജയിക്കുന്നതിന് മുൻപേ, ജനപ്രതിനിധിയാകുന്നതിന് മുൻപെയാണ് തൃശ്ശൂരിന് വേണ്ടി 751 കോടി രൂപ ചിലവാക്കിയതെന്ന് പറയുമ്പോഴാണ് നമ്മളൊക്കെ സുരേഷ് ഗോപിക്ക് തുല്യം സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരുന്നത്. കാരണം തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുവാണ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ ഒരു നടി പറഞ്ഞതാണ്, ഇന്ത്യ ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ല, പിന്നെയല്ലേ തൃശ്ശൂരെന്ന്. ഇന്ത്യയും നേടി തൃശ്ശൂരും നേടി എന്ന് പിന്നീട് അവർക്ക് തന്നെ മാറ്റി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. കാരണം 3ാം തവണയാണ് മോദി സർക്കാർ ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ ഈ മോദി ഇന്ത്യയിലേക്ക് നൽകുന്നത് എന്താണ്? ഇന്ത്യയുടെ വികസന പ്രവർത്തനങ്ങൾക്ക്. ഇപ്പോൾ മോദിയും കറകളഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും വിട്ടുവീഴ്ചകളും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി തന്നെയാണ് നരേന്ദ്രമോദി. അത് എല്ലാ സർക്കാരുകളും ചെയ്യുന്നത് പോലെ, എല്ലാ കേന്ദ്രത്തിൽ ഭരിക്കുന്നവർ ചെയ്യുന്നത് പോലെ തന്നെയാണ് BJPയും ചെയ്യുന്നത്. അല്ലാതെ BJPക്ക് അവിടെ വലിയ BJP എല്ലാത്തിലും പെർഫെക്റ്റ് ആണ്, എല്ലാത്തിലും BJP ഇല്ലാത്ത അഴിമതിയുടെ കറ പുരളാത്തവരാണ് ഇവരൊക്കെ എന്നൊന്നും ഞാൻ പറയുന്നില്ല. BJPയിലും അഴിമതിക്കര പുരണ്ടവരുണ്ട്. പക്ഷെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. സുരേഷ് ഗോപി സ്വന്തം കയ്യിലെ പണം കൊണ്ടാണ് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നത്, മറ്റുള്ളവരുടെ ദുരിതങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം, ഒരു മനുഷ്യസ്നേഹിയായ ഒരു രാഷ്ട്രീയ നേതാവായി സുരേഷ് ഗോപി പ്രവർത്തിക്കുന്നു. അഭിനയിക്കാൻ ജീവിതത്തിൽ അറിയാത്ത ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതാണ് സുരേഷ് ഗോപി. ഇവിടെ ഇപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ MP ആയിട്ട് വരുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കി എന്നാണ് പറയുന്നത്. 751 കോടി രൂപയുടെ പദ്ധതികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും വലിയ തൃശ്ശൂരിന് കിട്ടിയിരിക്കുന്ന വലിയൊരു സമ്മാനമാണ്, ഒരു ബമ്പർ സമ്മാനമാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ശക്തൻ മാർക്കറ്റിന്റെ വികസനത്തിനൊക്കെ ആയിട്ട് 2021 തന്നെ MP ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ സുരേഷ് ഗോപി നൽകും എന്ന വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അദ്ദേഹം നിറവേറ്റിയിരിക്കുകയാണ് ഇതിനോടകം. അപ്പൊ എന്തൊക്കെയാണ് ആ പദ്ധതികൾ? 751 കോടി രൂപയുടെ പദ്ധതികൾ എന്തൊക്കെയാണ്? 751 കോടി രൂപയുടെ പദ്ധതികൾ എന്ന് പറയുന്നത് ഇതിൽ ശക്തൻ മാർക്കറ്റിന്റെ വികസനത്തിന് വേണ്ടിയാണ് ആദ്യം നൽകിയിരിക്കുന്നത്. അതിന്റെ പ്രവർത്തനം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 751 കോടി രൂപയിൽ 1 കോടി ശക്തൻ മാർക്കറ്റിന് വേണ്ടി, മറ്റൊന്ന് ഗുരുവായൂരിൽ ചിലവഴിച്ച 350 കോടി രൂപയാണ്. അത് പ്രസാദ് പിൽഗ്രിമേജ് റിജുവിനേഷൻ ആൻഡ് സ്പിരിച്വൽ ഓർഗമെന്റേഷൻ ഡ്രൈവ് പദ്ധതി വഴിയാണ് ഈ 350 പ്രസാദ് പദ്ധതി വഴിയാണ് ഈ 350 ചിലവഴിച്ചത്. ഇതിന്റെ ഇത് ചിലവഴിച്ചത് എന്താണെന്ന് വെച്ചാൽ തീർത്ഥാടന പുനരുജ്ജീവനത്തിന് ഒരുപാട് പേർ വരുന്നതാണ് തൃശ്ശൂര്. ജാതി മതഭേദമന്യേ ഒരുപാട് പേർ തൃശ്ശൂര് തൊഴാൻ വേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് ഈ ബോർഡ് എഴുതി വെക്കുന്നെങ്കിൽ പോലും
ഫേമസ് ആയിട്ടല്ലാത്ത പല ഹിന്ദുക്കളും തൃശ്ശൂർ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് ക്ഷേത്രത്തിനകത്ത് കയറുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ പുറത്തും ഒക്കെ പല രീതിയിലും ഗുരുവായൂർ എപ്പോഴും തീർത്ഥാടകരെ കൊണ്ട് ഭക്തജനങ്ങളെ കൊണ്ട് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്പലമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. ഏത് സമയത്ത് നമ്മൾ പോയാലും തിരക്കാണ്. ആ ഗുരുവായൂരിനെ വലിയ രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് തീർത്ഥാടനത്തിനും പുനരുജ്ജീവനത്തിനും ആത്മീയതയുടെ ഉണവിനും വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഈ പ്രസാദ് പദ്ധതി എന്ന് പറയുന്നത്. ആ പദ്ധതി വഴി ക്ഷേത്ര നഗരിയായ ഗുരുവായൂരിൻ്റെ വികസനത്തിന് ഈ തുക 350 കോടി രൂപ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ടൂറിസ്റ്റ് ഫെസിലേഷൻ സെൻറ്റർ, CCTV നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉൾപ്പെടെ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഗുരുവായൂർ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് പാർക്കിംഗ് ആണ്. പലപ്പോഴും താമസ സ്ഥലത്തൊക്കെ പോയാൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പോയി തൊഴുതിട്ട് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ കാർ പാർക്ക് ചെയ്യാൻ വലിയ തുകകൾ കൊടുക്കേണ്ടി വരും, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തുവാൻ ഗുരുവായൂരിനെ അടിമുടി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് 350 കോടി രൂപ ചിലവാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന് അമൃത് പദ്ധതി. നമ്മൾ ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാരിൻ്റെ കേട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. മിക്ക ബി ജെ പി ഭരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. BJPക്ക് മുൻതൂക്കമുള്ള പല നഗരസഭകളിലും മുനിസിപ്പാലിറ്റികളിലും BJP ആണ് ഭരിക്കുന്നതെങ്കിൽ അവിടെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് അമൃത് പദ്ധതി. ഇപ്പോൾ നമ്മുടെ പാലക്കാടൊക്കെ C. കൃഷ്ണകുമാർ അത്തരത്തിൽ പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്തതാണ്. 400 കോടിയാണ് അതിന് നൽകിയത്. കുടിവെള്ളം, അഴുക്കുചാൽ ശൃംഖലാ പ്രവൃത്തി, വെള്ളപ്പൊക്കം ചെറുക്കുവാനുള്ള അഴുക്കുചാലുകൾ, മോട്ടോർ രഹിത വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള പൊതുഗതാഗതം, പൊതു ഇടങ്ങൾ സ്ഥാപിക്കൽ തുടങ്ങിയവയാണ് അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ, അതായത് അമൃത് പദ്ധതി കീഴിലുള്ള പ്രധാന വികസന പ്രവർത്തനങ്ങൾ. ഇനിയും സുരേഷ് ഗോപി കൊടുക്കേണ്ടവർക്ക് കൈനിറച്ച് കൊടുക്കുകയും കിട്ടേണ്ടത് ഉറപ്പാക്കുകയും ചെയ്യുമെന്നാണ് വേണു ബാലകൃഷ്ണൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, വേണു ബാലകൃഷ്ണനാണത് പറയുന്നത്. അപ്പോഴാണ് ഈ പൊതുവെ മാപ്രകൾക്ക്, പ്രത്യേകിച്ച് ഇടതുപക്ഷ മാപ്രകൾക്ക് സുരേഷ് ഗോപി കാണുമ്പോൾ വല്ലാത്തൊരു ചൊറിച്ചിലും അസഹിഷ്ണുതയൊക്കെ ഉണ്ടാവാറുണ്ട്. സുരേഷ് ഗോപി എന്ത് പറഞ്ഞാലും അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അതിനെ സുരേഷ് ഗോപിക്കെതിരെയും BJPക്കെതിരെയും തിരിക്കാൻ ശ്രമിക്കുന്ന മാധ്യമപ്രവർത്തകരാണ് ഇവിടെ കൂടുതലുള്ളത്. കാരണം ഇപ്പോൾ വന്ന അദ്ദേഹം നൽകിയ വിജയം, അദ്ദേഹം തൃശ്ശൂർ എടുക്കും എന്ന് പറഞ്ഞത് അദ്ദേഹം പ്രാബല്യത്തിലാക്കി. അദ്ദേഹം തൃശ്ശൂർ എടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകർക്കും അദ്ദേഹത്തെ ആക്ഷേപിച്ചവർക്കും ഒക്കെ നൽകിയ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കിടിലൻ മറുപടി എന്ന് പറയുന്നത്. കാരണം 2 വർഷം അദ്ദേഹം കഠിന പ്രയത്നം നടത്തി, 3ാമത് അദ്ദേഹം വിജയിച്ചു കയറി. അപ്പം ജനപ്രതിനിധികൾക്ക് കൃത്യമായിട്ടൊരു ഉദാഹരണമാണ് എങ്ങനെയാണ് ഒരു മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം, ആ മണ്ഡലത്തെ തനിക്ക് അനുകൂലമാക്കി മാറ്റണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സുരേഷ് ഗോപിയിൽ നിന്ന് വരുന്ന സ്ഥാനാർത്ഥികൾക്ക്, വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കൊക്കെ ഉള്ളൊരു ഉത്തമ മാതൃകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിന് സുരേഷ് ഗോപി നൽകിയ ഒരുപാട് വികസന സ്വപ്നങ്ങളുണ്ട്. ഈ വികസന സ്വപ്നങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിനെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. തൃശ്ശൂരിന് അദ്ദേഹം നൽകിയ വികസന സ്വപ്നങ്ങൾ, ആ ജനങ്ങളുടെ മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്വാധീനം വളർന്നിട്ടുണ്ടെങ്കിൽ ഈ വികസന സ്വപ്നങ്ങൾ തന്നെ വലിയ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം BJPക്കാർ മാത്രമല്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തത്, തൃശ്ശൂരിൻ്റെ സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്നത് അവർ മാത്രമല്ല, മറ്റെല്ലാ സ്ഥലങ്ങളിൽ നിന്നും പാർട്ടിക്ക് അതീതമായിട്ടൊരു സ്നേഹം തനിക്ക് നേരെ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ വലിയ രീതിയിൽ സഹായകരമായിട്ടുണ്ട്. നമുക്കറിയാം, ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ വാർത്തകളിലൊക്കെ ഓരോ ആഴ്ചയും ഇടം പിടിക്കുന്നത് എന്തായിരുന്നു? സുരേഷ് ഗോപി ഇന്നയാളെ സഹായിച്ചു, സുരേഷ് ഗോപി ഇവർക്ക് ഇത്ര കോടി രൂപ നൽകി, കുട്ടിയുടെ ചികിത്സക്കായിട്ട് ഇത് നൽകി, അങ്ങനെയുള്ള പല വാർത്തകൾ. അപ്പോൾ ചാരിറ്റി എന്ന് പറയുന്നത്, ജനസേവനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് സുരേഷ് ഗോപി മറ്റ് സ്ഥാനാർത്ഥികൾക്ക് അല്ലെ മറ്റ് നേതാക്കൾക്കൊക്കെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു MP പ്രവർത്തിക്കേണ്ടത്? അദ്ദേഹം മാധ്യമങ്ങളോടൊക്കെ അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മുമ്പിൽ എൻ്റെ കയ്യിലൊരു 5 പദ്ധതികളുണ്ട്. ഒരു സുപ്രധാനമായിട്ടുള്ള തൃശ്ശൂരിനെ എങ്ങനെ വികസനത്തിലേക്ക് കൊണ്ടെത്തിക്കണമെന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു എന്താ പറയുക ഭരണഘടന എൻ്റെ മുമ്പിലുണ്ട്. അത് അനുസരിച്ചിട്ടായിരിക്കും ഞാൻ തൃശ്ശൂരിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി പോകുന്നത്. ജയിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂർ ഇവിടെയായിരിക്കും, ഹൃദയത്തിലായിരിക്കും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹം ഇപ്പോൾ ആ വാഗ്ദാനങ്ങളൊക്കെ തൃശ്ശൂർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പാലിച്ചിരിക്കുകയാണ്.
ജയിക്കുന്നതിന് മുമ്പ് തന്നെ പാലിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതല്ലാതെ ഒട്ടനവധി വികസന സ്വപ്നങ്ങൾ സുരേഷ് ഗോപി മുമ്പോട്ട് വെച്ചിട്ടുണ്ടായി. അത് ഈ കുറച്ചു കാലം മുമ്പ് തന്നെ, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ശ്രീധരനുമായിട്ട്, മെട്രോമാൻ ശ്രീധരനുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചകളിലൊക്കെയാണ് ഇത്തരം ഒരുപാട് പ്ലാനുകളൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഏതാനും ചില കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അതായത് ഒന്ന്, കൊച്ചി മെട്രോ തൃശ്ശൂരിലേക്ക്, അതായത് അതിരൂക്ഷമായ ഗതാഗതത്തിന് പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു ബദലാണിത്. അത് കൊച്ചിയിൽ നിന്ന് നെടുമ്പാശ്ശേരി വഴി തൃശ്ശൂരിലേക്ക് മെട്രോ എത്തിയാൽ കൊച്ചിയുടെ ഇരട്ട സിറ്റിയായി തൃശ്ശൂർ മാറും. സംസ്ഥാന സർക്കാർ കൂടി സഹകരിച്ചാൽ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പറ്റുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ, അതിലൊരു സുപ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. അതായത് ഈ തൃശ്ശൂരിന്റെ ഗതാഗതം കുറക്കുവാൻ വേണ്ടിയിട്ട് ഈ മെട്രോ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഒട്ടനവധി പദ്ധതികൾ സുരേഷ് ഗോപിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. തൃശ്ശൂരിനെ ഒരു സ്വപ്ന നഗരിയാക്കി മാറ്റുക എന്നതാണ് സുരേഷ് ഗോപിയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ലക്ഷ്യം. അപ്പോൾ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് വലിയ വിശ്വാസമുണ്ട് സുരേഷ് ഗോപിയിൽ ജനങ്ങൾക്ക്. അത് തന്നെയാണ് വോട്ടായിട്ട് തീർന്നതും. അദ്ദേഹം അതിപ്പോൾ പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുകയാണ്.